മറ്റെന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചുകൂടെ? സ്വന്തം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു ജോലി വേറെന്താണ് ഈ രാജ്യത്തുള്ളത്? ഒന്നില്ലെങ്കിലും ഞാൻ രാവിലെ എണീറ്റ് ഓടാൻ പോകുന്നത് കൊണ്ടല്ലേ ഈ മുല്ലപ്പൂക്കാരിയെ എനിക്ക് കിട്ടിയത്. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ഈ തീരത്ത് തന്നെ നമുക്കൊരു വീട് വെക്കണടി. ശരിക്കും? നിനക്ക് സുഖല്ലേ? സുഖം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്കൊരു വീടായി. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു ദിവസം ഇവിടെ ഉറങ്ങാനായില്ലല്ലോ. ഒഴിച്ച് നിങ്ങൾക്ക് പോകേണ്ടി വന്നില്ലേ? വിഷമിക്കണ്ട, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട് നാട്ടിലേക്ക്. സത്യം? ഞാൻ പിള്ളേരോട് പറയട്ടെ? പിള്ളേരെന്തെടുക്കുക? പിള്ളേര് രണ്ടും ഉറക്കായിരിക്കും. ട്യൂഷൻ ഞാൻ വൈകുന്നേരത്തേക്കാക്കി. അപ്പൊ അതുകൊണ്ട് ഇത്തിരി നേരം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. ഡാ എഴുന്നേക്കടാ, ദേ അച്ഛൻ വിളിക്കുന്നു. മോനെ, മോളെ എഴുന്നേക്ക്, എഴുന്നേക്ക്. ഡാ അച്ഛനാടാ. മോനെ എഴുന്നേറ്റില്ലേ ഇതുവരെ? അച്ഛൻ നാട്ടിലേക്ക് വരുന്നുണ്ടോ? അച്ഛനാ? ഹലോ അച്ഛാ, ഞാൻ പറഞ്ഞ ഉടുപ്പ് വാങ്ങാൻ മറക്കല്ലേ? ഓർമ്മയുണ്ട് അച്ഛാ, അന്റെ ഹൽക്കിന മറക്കല്ലേ വരുമ്പോ? അച്ഛൻ ആദ്യം ഇവിടെ എത്തട്ടെ. എഴുന്നേക്കാൻ നോക്ക്, മണി 10 ഹലോ ഡാമലേ, ഒരു പാക്കറ്റ് പാല് വാങ്ങിട്ട് വന്നേ. ആ, ഒരു ലൈസും വാങ്ങാ. നിനക്ക് മാത്രം, എനക്കും വേണം. രാജുവേട്ട ഒരു പാക്കറ്റ് പാല്, പിന്നെ 2 ലൈസും. അച്ഛൻ വിളിക്കില്ലേ മോനെ? അച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അല്ല മോനെ, രാകേഷ് വരുന്നുണ്ടാ? മോനെ, അച്ഛൻ വന്നാല് രാജീവ് ഹോട്ടലിലെ കോട്ട പ്രത്യേകം മാറ്റി വെക്കാൻ പറയണം കേട്ടാ. ഞാൻ പറഞ്ഞോളാം. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയ ഒരു ചെറുപ്പക്കാരൻ. ക്യാമ്പിൽ എന്നൊരു ചർച്ചയായിരുന്നു. രാകേഷിന്റെ ഈ വീടും കുടുംബവും നിന്റെ കഥയിൽ എപ്പോഴും തെളിഞ്ഞു കാണാറുണ്ട്. സന്തോഷായില്ലേ? പരിധില് എന്തായിരിക്കും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവല്? അച്ഛാ, അന്റെ ഹൽക്കിന മറക്കല്ലേ വരുമ്പോ?
ഇനി ഈ വീട്ടിൽ ഒറ്റക്കല്ല, ഞാനും ഉണ്ടാവും നിങ്ങളെ കൂടെ. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അവശേഷിച്ച ജീവനിൽ ചലനശേഷിയുള്ള ഒരു വിരൽ തുമ്പ് മതി അവൻ ജീവിതത്തിൽ വിട്ടുകൊടുക്കില്ല. മാമ